ഹായ് മക്കളെ, ബയോളജിയിൽ എങ്ങനെ 360 ഔട്ട് ഓഫ് 360 സ്കോർ ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ്. ഇതിനോടൊപ്പം തന്നെ ആക്ച്വലി ഞാൻ നമ്മുടെ സൈലത്തിൻ്റെ പ്രാക്ടീസ് ആപ്പ് എങ്ങനെയാണ് ഒരു ലേണിങ്ങിന് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്, റൈറ്റ്? അതായത് സ്വന്തമായിട്ട് എക്സാം നടത്താം, കണക്ട് ടുഗദർ ഉണ്ട്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും എങ്ങനെയാണ് ഇത് വെച്ച് പഠിക്കാൻ പറ്റുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് അടിപൊളിയായിട്ട് പറഞ്ഞുതരാം. അതിനോടൊപ്പമായിരിക്കും എങ്ങനെ 360 ഔട്ട് ഓഫ് 360 സ്കോർ ചെയ്യുക എന്നുള്ള വീഡിയോയും കൂടെ വരിക. രണ്ടും കൂടെ ഒറ്റ വീഡിയോയിലേക്കകത്തായിരിക്കും ഉണ്ടാകുക. നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി, ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. സോ എൻ്റെ ഒന്ന് ടാബിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് എൻ്റെ മക്കൾക്ക് കൃത്യമായി കാണിച്ചു തരാൻ പറ്റും. നിങ്ങൾ നോക്കുക, ലൈക്ക് ഫസ്റ്റ് ലേൺ എന്നുള്ളൊരു ഓപ്ഷനാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത്. ടെസ്റ്റ് നിങ്ങൾക്കറിയാം, കസ്റ്റം ടെസ്റ്റ് കാര്യങ്ങൾ എക്സ്പ്ലോർ ആകുമ്പോഴത്തേക്കും അതിനനുസരിച്ച് ബാക്കി നിങ്ങളുടെ സ്റ്റോറിയും കണക്ട് ടുഗദറും ഒക്കെ അവിടെ വരും. സോ ഈ ലേണിനകത്ത് ഞാൻ ഒരു ചാപ്റ്റർ എടുക്കുകയാണ്, ബോട്ടണി ഒരു ചാപ്റ്റർ എടുക്കാതിരിക്കട്ടെ. ലെറ്റ്സ് എ ലിവിംഗ് വേൾഡ് പ്ലാന്റ് താഴെ ഉണ്ടാവും. സോ ഞാൻ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എടുക്കുന്ന സമയത്ത് അവിടെ ആക്ച്വലി എനിക്ക് ഇൻട്രൊഡക്ഷൻ, റെക്കമെൻഡേഷൻ, എസെൻഷ്യൽ ടു നോ, അനാലിസിസ്, ഇത് എത്ര മണിക്കൂർ കൊണ്ട് പഠിക്കുക, എത്ര മാർക്കാണ് കിട്ടുക, റീസെൻറ്റ് 4 വർഷത്തെ നീറ്റിൽ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിൻ്റെ എണ്ണം, ഓരോ വർഷം ചോദിച്ച ചോദ്യത്തിൻ്റെ എണ്ണവും ആൻഡ് ബാക്കി അതിന് വേണ്ട ടിപ്സും ട്രിക്സും എല്ലാം താഴെ ഉണ്ടാവും. സോ ഇത് ഞാൻ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 2 രീതിയിലാണ് ആക്ച്വലി ഇത് പഠിക്കാൻ പറ്റുക. മക്കൾ ഇത് വളരെ നിങ്ങൾ നന്നായി മനസ്സിലാക്കണം. ഒന്ന്, നിങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ട് ടോപ്പിക് വൈസ് ആയിട്ട് ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ NCERT ടോപ്പിക്ക് തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. 5.1, 5.1.2, 5.2 അങ്ങനെ കറക്റ്റ് NCERT എന്താണോ NCERTയിലുള്ളത് ആ ഓർഡറിൽ തന്നെയാണുള്ളത്. അതുമായി ബന്ധപ്പെട്ട MCQs ആണ് ഇവിടെ വരുന്നത്, NCERTയുമായി ബന്ധപ്പെട്ട. അപ്പോൾ 2 രീതിയിൽ മക്കളെ നമുക്കിത് പഠിക്കാം. വളരെ സ്പെസിഫിക് ആയിട്ട് ശ്രദ്ധിക്കണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കോൺസെപ്റ്റുകൾ വായിച്ചിട്ട് അത് റിലേറ്റഡ് ചോദ്യം ചെയ്ത് പഠിക്കാം. അല്ലെങ്കിൽ ചോദ്യം ചെയ്തിട്ട് അത് റിലേറ്റഡ് കോൺസെപ്റ്റ് മനസ്സിലാക്കി പോവാം. അപ്പോൾ 2 രീതിയിൽ അപ്രോച്ച് ചെയ്യാം. ലൈക്ക് നിങ്ങൾ ഒരു റൗണ്ട് പഠിച്ച ആൾക്കാരാണെങ്കിൽ MCQ ചെയ്തിട്ട് കോൺസെപ്റ്റ് വായിച്ചു പോകുന്നതാണ് നല്ലത്. ഒന്നും പഠിച്ചിട്ടില്ല എങ്കിൽ, ആ ചാപ്റ്റർ ആദ്യമായിട്ട് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ കോൺസെപ്റ്റിൽ നിന്ന് MCQയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ കോൺസെപ്റ്റിൽ നിന്ന് MCQയിലേക്ക് പോകുന്നതൊന്ന് ജസ്റ്റ് നിങ്ങളെ എന്ത് ചെയ്യാം, കാണിച്ചു തരാം. അപ്പോൾ അവിടെ നമ്മൾ കോൺസെപ്റ്റുകളെ 3ആയി ഇവിടെ തരംതിരിച്ചിട്ടുണ്ട്. ഹൈ ഫ്രീക്വൻസി, മീഡിയം ഫ്രീക്വൻസി, ലോ ഫ്രീക്വൻസി. അതായത് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത്, പിന്നെ കുറച്ച് സാധ്യതയുള്ളത്, ഏറ്റവും കുറവ് സാധ്യതയുള്ളത്. അപ്പോൾ ഒരു ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ സോർട്ട് ആവും, ഹൈ ഫ്രീക്വൻസി എല്ലാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റീജിയൻസ് ഓഫ് റൂട്ട് അവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പം അവിടെ ഹൈ, മീഡിയം, ലോ, ഡു ഓർ ഡൈ ആണ്, ഡോൺ മിസ് ഔട്ട്, ഗെറ്റ് ദാറ്റ് എഡ്ജ് എന്നുള്ളൊരു രീതിയിൽ നമ്മളതിൻ്റെ കൃത്യമായൊരു ക്ലാസിഫിക്കേഷൻ കൊടുത്തു. അപ്പോൾ റീജിയൻസ് ഓഫ് റൂട്ട് NCERTയിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് കൃത്യമായി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇത്രയും റീജിയൻ വായിച്ചിട്ട് അതിൻ്റെ റിലേറ്റഡ് MCQ ഇവിടെ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു, ഒന്നും പഠിക്കാത്തതാണെങ്കിൽ കോൺസെപ്റ്റ് വായിക്കുക, എന്നിട്ട് റിലേറ്റഡ് MCQ ചെയ്യാം. നിങ്ങൾക്ക് ഇനി വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓഡിയോ ബുക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ NCERTയിലെ കൃത്യമായിട്ടുള്ള കാര്യം അവിടെ കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് 1 by 1 ഇനി വായിക്കണം. നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ചാൽ മതി, റൈറ്റ്? സോ അപ്പോൾ അത് ഒന്നുകിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഓഡിയോ ബുക്കോ ലൈക്ക് അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, അവിടെ നിന്ന് ചെയ്ത് പഠിക്കാം. ഓക്കെ, സോ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള MCQ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു കോൺസെപ്റ്റ് വായിക്കുക, റിലേറ്റഡ് MCQ എന്ത് ചെയ്യുക, ചെയ്തു പോകുന്ന മെത്തേഡ് നിങ്ങൾക്ക് ഒന്നുകിൽ ഫോളോ ചെയ്യാം. എന്നിട്ട് നിങ്ങളിപ്പം നെക്സ്റ്റ് വായിക്കുന്നു, അതിൻ്റെ റിലേറ്റഡ് MCQ ഇവിടെ തന്നെ കാണും, റൈറ്റ്? ഫുൾ കാര്യങ്ങൾ എന്താണ് ടൈപ്സ് ഓഫ് റൂട്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അത് റിലേറ്റഡ് MCQ താഴെ ഉണ്ടാവും. അപ്പം ഒരു കോൺസെപ്റ്റ് വായിക്കുക, റിലേറ്റഡ് MCQ അടിപൊളിയായിട്ട് ചെയ്തു പോവുക. ഇതാണ് നിങ്ങൾ പഠിക്കാൻ പറ്റിയ, ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ അത് പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മെത്തേഡ്. NCERTയെ പ്രോപ്പറായിട്ട് സ്ട്രക്ചർ ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയിപ്പം ഒരു പർട്ടിക്കുലർ സാധനം നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഒന്നും കൂടെ റിവൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ബുക്ക് മാർക്ക് ചെയ്ത് വെക്കുന്ന കാര്യം എവിടെയാണ് വരുന്നതെന്ന് ഞാൻ എന്ത് ചെയ്യാം, പിന്നീട് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ കോൺസെപ്റ്റ് വായിച്ചിട്ട് എന്ത് ചെയ്യാം, റിലേറ്റഡ് MCQ ചെയ്തു പോവാം. അല്ല എങ്കിൽ മക്കളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഒരുവിധം പഠിച്ച ആൾക്കാരാണ് ആ പാഠമെങ്കിൽ നിങ്ങൾ MCQ ചെയ്തിട്ട് റിലേറ്റഡ് ഇത് വായിച്ചു പോകുന്ന രീതിയിലാണ് നല്ലത്. ഈ MCQ മൊഡ്യൂൾ ചെയ്യുമ്പം 2 രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഒന്നുകിൽ ലേൺ മോഡ് അല്ലെങ്കിൽ എക്സാം മോഡ്. ലേൺ മോഡ് എന്ന് പറഞ്ഞാൽ അപ്പപ്പോൾ ആൻസർ കാണിച്ചു പോകും. എക്സാം മോഡ് എന്ന് പറഞ്ഞാൽ അവസാനമായിരിക്കും ആൻസർ കാണിക്കുക. ഞാൻ അപ്പപ്പോൾ ആൻസർ കാണിക്കുന്ന ലേൺ മോഡാണ് സെലക്ട് ചെയ്തെന്നിരിക്കട്ടെ. വിതിൻ 3 seconds ആ MCQ മൊഡ്യൂൾ ഓപ്പൺ ആവും. അസേർഷൻ റീസൺ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ. വായിക്കുക, അതിൽ ഒരു ആൻസർ മാർക്ക് ചെയ്യുക, തെറ്റാണ്, ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പം അതിൽ കൃത്യമായി എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ എക്സ്പ്ലനേഷൻ കൃത്യമായി കൊടുത്തിട്ടുണ്ടാവും. അത് റിലേറ്റഡ് കോൺസെപ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ വായിച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ലേ മക്കളെ, ക്വസ്റ്റ്യനിൽ നിന്ന് കോൺസെപ്റ്റിലേക്ക് നിങ്ങൾക്ക് പോകാം, അല്ലെങ്കിൽ അപ്പുറത്തെ കോൺസെപ്റ്റിൽ നിന്ന് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഏത് മെത്തേഡ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം, ലൈക്ക് അത് ഡിപ്പെൻഡ്സ് ഓൺ. നിങ്ങൾ ആ ചാപ്റ്റർ നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ
നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ? നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ MCQൽ നിന്ന് അതിൻ്റെ സംശയമുണ്ടെങ്കിൽ കോൺസെപ്റ്റ് വായിച്ച് നോക്കുന്നതാണ് നല്ലത്. ഇനി പഠിച്ചിട്ടില്ല എങ്കിൽ കോൺസെപ്റ്റ് വഴി എന്ത് ചെയ്യുക? MCQലേക്ക് പോകുക. ഇനി ഏത് NCERTയിൽ ഏത് പേജ് നമ്പറിലാണ് ഈ ചോദ്യം വരുന്നതെന്ന് ഉൾപ്പെടെ ആ കോൺസെപ്റ്റ് വരുന്നതെന്ന് ഉൾപ്പെടെ കൃത്യമായി ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇതിനപ്പുറം ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ബുക്ക് മാർക്ക് ചെയ്തിരിക്കട്ടെ. ബുക്ക് മാർക്ക് ചെയ്തിരിക്കുന്ന വേറെ സ്ഥലത്ത് വന്ന് കിടക്കുക. അതായത് നിങ്ങളിപ്പോൾ ചെയ്ത് പോകുന്നതിൻ്റെ ഇടയിൽ ഒരു 100 ചോദ്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ചോദ്യം നിങ്ങൾക്ക്, ഒരു 10 ചോദ്യം നിങ്ങൾക്ക് എന്താണ് അത് പിന്നീട് റിവൈസ് ചെയ്യാൻ വേണമെങ്കിൽ ആ റിവൈസ് ചെയ്യേണ്ട ഏത് മാത്രം ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾ ബുക്ക് മാർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ റിലേറ്റഡ് അതിൻ്റെ ആൻസർ വരുന്നു, ദെൻ റിലേറ്റഡ് കോൺസെപ്റ്റ് ലൈക്ക് കൃത്യമായിട്ട് അടിപൊളി ഇമേജ് ഒക്കെ വെച്ചിട്ട് തകർത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇത് വെച്ച് പറഞ്ഞു തരും. റിലേറ്റഡ് കോൺസെപ്റ്റ് ഇവിടെ ഉണ്ടാവും, ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ആൻഡ് സംശയം ഉണ്ടെങ്കിൽ സ്ട്രക്ചർ ഓഫ് സ്റ്റെം കാര്യങ്ങൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള MCQ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് വായിച്ച് നോക്കാം. അപ്പം ചോദ്യം ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോൺസെപ്റ്റ് വായിച്ചും പഠിക്കാം, അല്ലെങ്കിൽ കോൺസെപ്റ്റിലൂടെ തിരിച്ച് അത് റിലേറ്റഡ് ആയിട്ടുള്ള MCQ ചെയ്തും പഠിക്കും. രണ്ടും പറ്റും. എന്നിട്ട് ഞാൻ ബുക്ക് മാർക്ക് ചെയ്തിരിക്കുന്ന വേറെ സ്ഥലത്ത് വരും. ഇനി നിങ്ങളിത് ഫുള്ളി കംപ്ലീറ്റ് ചെയ്തെന്നിരിക്കട്ടെ. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മക്കളെ ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞ് ഇത് റിവൈസ് ചെയ്യണമെന്നിരിക്കട്ടെ. അതായത് നിങ്ങൾ എന്ത് ചെയ്യാണ്? മൊത്തം നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്തെന്നിരിക്കട്ടെ. അടിപൊളിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇമേജസ് ഒക്കെ വെച്ചിട്ട് 1, 2 മാത്രമൊന്നുമല്ല, മൊത്തം അടിപൊളി ഇമേജ് ഒക്കെ കൊടുത്ത് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് 13 ചോദ്യങ്ങളാണുള്ളത്. ആ 13 ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ എന്ത് ചെയ്യുകയാണ്. എനിക്ക് ഞാൻ വെറുതെ ആൻസർ ചെയ്ത് പോവാണ്. ഞാൻ അവസാനത്തെ റിവിഷൻ എന്നൊരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. അതായത് മക്കളെ, നമുക്ക് ഒരിക്കലും അറിയില്ല നമ്മൾ എപ്പോഴാണ് ഇത് പഠിച്ചതെന്നും എത്ര നേരം നമ്മളിത് എത്ര നാൾ മുമ്പാണ് പഠിച്ചതെന്നൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ നമുക്കത് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായ ഇടവേളകളിൽ ഇത് റിവൈസ് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് റിവൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാനിപ്പോൾ നിങ്ങളെ എന്ത് ചെയ്യാൻ പോകുന്നത്? കാണിച്ചാൽ മതി. ഇപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്യാന്നിരിക്കട്ടെ. കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഫീഡ്ബാക്ക് നിങ്ങൾ തരണം, റൈറ്റ്? ഞങ്ങൾക്ക് എങ്കിൽ മാത്രമേ ഇത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇത് സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ചെയ്തതിൻ്റെ ടോട്ടൽ സ്കോർ നിങ്ങൾക്ക് കിട്ടും. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഓരോ പെർസെൻറ്റേജിലും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയാണ് മക്കളെ റിവിഷൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി. ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് 3 ദിവസം കഴിഞ്ഞ് റിവൈസ് ചെയ്യാം. അതായത് അത് റിവിഷൻ എവിടെ വരുമെന്ന് ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ 15 ദിവസം കഴിഞ്ഞ് റിവൈസ് ചെയ്യാം, അല്ലെങ്കിൽ 30 ദിവസം കഴിഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റം ചെയ്യാം. എന്നാണ് ഇത് നിങ്ങൾക്ക് ഇനി റിവൈസ് ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങൾക്ക് വീണ്ടും അടുത്ത് റിവൈസ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ജാനുവരി 3 റിവൈസ് ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഒന്നുകിൽ കസ്റ്റം സെറ്റ് ചെയ്യുക. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക വിത്തിൻ 3 days ഒരു റിവിഷൻ ചെയ്യുന്ന, എപ്പോഴും കസ്റ്റം ഒരു MCQ മൊഡ്യൂൾ റിവൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ 15 ദിവസം കഴിഞ്ഞാണ് അല്ലെങ്കിൽ 15 ദിവസം നിങ്ങൾക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ളതാണ് 15 ദിവസം കഴിഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു 1 വീക്ക് എന്ത് ചെയ്യുക, എപ്പോഴും നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ 30 ആണെങ്കിൽ 31 കഴിഞ്ഞിട്ട് 6-ാം തീയതി എന്ത് ചെയ്തേക്കുക, ലൈക്ക് ഒരു 1 വീക്ക് കഴിഞ്ഞൊരു ദിവസം എന്ത് ചെയ്തേക്കുക, സെറ്റ് ചെയ്തേക്കുക. അപ്പോൾ അത് എന്ത് ചെയ്തു? റിവിഷൻ ഓണായി. കസ്റ്റമാണ്. ഫ്രൈഡേ 6-ാം തീയതിയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായി. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ റിവ്യൂ ചെയ്യാം. ഓരോ ക്വസ്റ്റിനും എന്ത് ചെയ്യുക, ഏതൊക്കെ കറക്റ്റായി, ഏതൊക്കെ റോങ് ആയി, ഏതൊക്കെ ബുക്ക് മാർക്ക് ചെയ്തു എന്നുള്ള കൃത്യമായി എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒരു റൗണ്ട് റിവൈസ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ ബുക്ക് മാർക്ക് ചെയ്ത് മാർക്ക് ആസ് സോ നമ്മളിനി നേരെ ബാക്കിലേക്ക് പോകണം, എക്സിറ്റ് അടിച്ച് പോകുന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ബുക്ക് മാർക്ക് ചെയ്ത് എവിടെ വരും എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇത് രണ്ടുമാണ് നമ്മുടെ റിവിഷൻ ആൻഡ് ബുക്ക് മാർക്ക്. റിവിഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, റൂട്ട് നിങ്ങൾ ഇന്ന് എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തിട്ട് റിവിഷൻ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പം 6-ാം തീയതി എന്ത് ചെയ്യും? അടുത്ത മാസം 6-ാം തീയതി എന്ത് ചെയ്യും? അത് വീണ്ടും നിങ്ങൾക്ക് പോപ്പപ്പ് വരുന്ന രീതിയിൽ ഈ ഒരു റിവിഷൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? സെറ്റാകും. അപ്പം ആ ഒരു രീതിയിലായിരിക്കും എന്ത് ചെയ്യുക? നമ്മുടെ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ റിവിഷൻ എന്ത് ചെയ്യും? അടുത്ത 6-ാം തീയതി നിങ്ങൾക്ക് പോപ്പപ്പ് കിട്ടിക്കൊണ്ടിരിക്കും, റൈറ്റ്? നിങ്ങൾ റിവൈസ് ചെയ്തിട്ടില്ല, വീണ്ടും ഒന്നും കൂടെ റിവൈസ് ചെയ്യേണ്ട സമയമായെന്നുള്ള രീതിയിൽ. ബുക്ക് മാർക്കിൽ ആക്ച്വലി നിങ്ങളിപ്പോൾ ആ ബോട്ടണിയിലാണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്? മോർഫോളജി എന്ന ചാപ്റ്ററിലാണ് 2 കോൺസെപ്റ്റുകൾ നിങ്ങൾ ബുക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം അതിവിടെ വന്ന് കിടക്കും. അതായത് ഒരു 10,000 ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വീണ്ടും റിവൈസ് ചെയ്യണമെന്നുള്ള കോൺസെപ്റ്റുകളും അല്ലെങ്കിൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യണമെന്നുള്ള MCQവും നമുക്ക് എന്ത് ചെയ്യും? വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിടാം. എന്നിട്ട് രണ്ടാമത് നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് ഈ ബുക്ക് മാർക്കിംഗ് മാത്രം നിങ്ങൾ റിവൈസ് ചെയ്താൽ മതി, എല്ലാം റിവൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനൊരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് ആക്ച്വലി ഈ ബുക്ക് മാർക്കിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നത്. മൊത്തം ക്വസ്റ്റ്യനും ബുക്ക് മാർക്ക് ചെയ്ത് വെക്കരുത്. നിങ്ങൾക്ക് ആദ്യം തവണ ചെയ്തപ്പോൾ കിട്ടാത്ത ചോദ്യങ്ങളുണ്ടല്ലോ, ആ ചോദ്യങ്ങളും കോൺസെപ്റ്റുകളും മാത്രം ബുക്ക് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് എന്ത് ചെയ്യുക? നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് ബുക്ക് മാർക്ക് ചെയ്യുക. ഐ തിങ്ക് ഈ റിവിഷനേക്കാൾ കൂടുതൽ ബുക്ക് മാർക്കിങ്ങിന് നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? ഇപ്പോൾ കെമിസ്ട്രിയിൽ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഇന്നലെ നമ്മൾ ബുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്.
അതെന്ത് ചെയ്യും? യു ഹാവൻ ബുക്ക് മാർക്ക് എനിത്തിങ് റൈറ്റ്, ഞാൻ ബുക്ക് മാർക്ക് ചെയ്തിട്ടില്ല. അപ്പം ബുക്ക് മാർക്ക് ചെയ്ത് നമ്മളിപ്പോൾ ബോട്ടണിയാണ്, ആ ബോട്ടണിലെ കോൺസെപ്റ്റാണ് നമ്മൾ ബുക്ക് മാർക്ക് ചെയ്തിട്ടില്ല, അതിവിടെ എന്ത് ചെയ്യും? കൃത്യമായി വന്ന് കിടക്കും. നമ്മളിപ്പോൾ മൊത്തം നമ്മൾ എത്ര ചോദ്യമാണോ ഇവിടെ ഇപ്പോൾ നമ്മൾ MCQ നമ്മൾ 2 MCQ ആണ് ബുക്ക് മാർക്ക് ചെയ്ത്, ആ 2 MCQ ഒരു അസർഷൻ റീസൺ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ബുക്ക് മാർക്ക് ചെയ്തു, അത് 2 ഇവിടെ കിടക്കും. അപ്പോൾ ഒരു 100 ചോദ്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു 5 ചോദ്യം ബുക്ക് മാർക്ക് ചെയ്ത് വെക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അത് വീണ്ടും വായിക്കാൻ വേണ്ടി നിങ്ങൾ അവിടെ പോകണ്ട, നിങ്ങൾ ഈ ബുക്ക് മാർക്ക് മാത്രം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? റിവൈസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നിങ്ങളുടെ പഠനത്തിലെ ടഫായിട്ടുള്ള കാര്യത്തിനെ സോർട്ട് ചെയ്ത് മാറ്റുന്ന ഒരു കാര്യമാണ് ഈ ബുക്ക് മാർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ലേൺ മോഡിലുള്ളത്. അപ്പോൾ ഞാൻ പറയുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോൺസെപ്റ്റ് വായിച്ചിട്ട് റിലേറ്റഡ് MCQ ചെയ്യാം. NCERT മൊത്തം A to Z കവേർഡാണ്, കളേർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അടിപൊളിയായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാടാ മക്കളെ, നിങ്ങൾക്ക് ചോദ്യം ചെയ്തിട്ട് റിലേറ്റഡ് കോൺസെപ്റ്റ് വായിച്ചു പോകാം. ഈ 2 മെത്തേഡും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫോളോ ചെയ്യാം. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് ഉപയോഗിച്ച് ബയോളജി പഠിക്കാം? 360 ബയോളജി എങ്ങനെ പഠിക്കണമെന്നല്ലേ അറിയേണ്ടത്? ആ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എങ്ങനെ ബയോളജി 360 സ്കോർ ചെയ്യാം എന്നതിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് നോക്കാം. റൈറ്റ്, ഈസിലി 360 സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ബയോളജി എന്ന് പറയുന്നത്. ആദ്യം നിങ്ങൾ അതിന് സിലബസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് വേണ്ടത്. +1 ആണെങ്കിൽ 22 ചാപ്റ്ററും +2 ആണെങ്കിൽ 16 ചാപ്റ്ററും. ഇത് സൈലത്തിൻ്റെ നിങ്ങൾ ഒരു ലേൺ എന്നൊരു ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ എത്ര ചാപ്റ്റേഴ്സാണ്, ആ ചാപ്റ്ററിൻ്റെ ഡിവിഷൻ മൊത്തം. ഇനി ചാപ്റ്റർ നമ്മൾ തുടങ്ങുന്നത് എപ്പോഴും ഇൻട്രൊഡക്ഷൻ വെച്ചാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ലെസൺസും ആപ്പിലെ ലെസൺസും സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻട്രൊഡക്ഷൻ വെച്ചാണ്. സയൻറ്റിസ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും? കൊടുത്തിട്ടുണ്ടാവും. അത് പ്രോപ്പർലി സ്ട്രക്ചർ ചെയ്തിട്ട് അതിൻ്റെ ഇമേജസ് ഉൾപ്പെടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് സൈലത്തിൻ്റെ ഓരോ ലെസണും സെറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അത് കഴിഞ്ഞ് ആ ലെസണിൽ നിന്ന് വരാവുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് MCQ എന്ന് പറഞ്ഞ് തൊട്ടടിയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ആ രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി വേർഡ് ബൈ വേർഡ് നിങ്ങൾ വായിക്കണം, സമ്മറി ഉൾപ്പെടെ. ഇനി ഡയഗ്രാംസിനെ കുറിച്ച് പറഞ്ഞാലോ, ഡയഗ്രാംസ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ചില ഡയഗ്രാംസിൻ്റെയൊക്കെ അടിയിൽ കിടക്കുന്ന ഓരോരോ ടേമുകളുണ്ട്. ആ ടേമുകൾ പോലും എന്താണ്? ചോദ്യങ്ങളായി മാറാം. നമ്മൾ ശ്രദ്ധിക്കാത്ത രീതിയിൽ ആ ക്വസ്റ്റ്യൻസ് അവിടുന്ന് ഫ്രെയിം ചെയ്യപ്പെടാം. അപ്പം ഓരോ ഫിഗറും അതിനടിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത്രയും സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മുടെ കീഴിൽ നിങ്ങൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ പോലും നമ്മൾ ലെസൺസിൽ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ട രീതിയിൽ തന്നെ. സോ അപ്പം അതുകൊണ്ട് തന്നെ ഡയഗ്രാം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇമേജസ് ചിലതെല്ലാം ലേബലിംഗ് കാണത്തില്ല, പക്ഷേ അതിൻ്റെ തിയറിയിൽ കൃത്യമായ അതിൻ്റെ ഐഡിയ കൊടുത്തിട്ടുണ്ടാവും. അപ്പം സൈലത്തിൻ്റെ ലെസൺസിൽ ആ ഇമേജ് പ്രോപ്പറായിട്ട് ലേബൽ ചെയ്തിട്ട് അതിൻ്റെ തിയറി എന്താണോ പറഞ്ഞിട്ടുള്ള ആ തിയറി ഇമ്പോർട്ടൻസ് അനുസരിച്ച് തന്നെ സ്ട്രക്ചേർഡ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളിത് വായിക്കുക പോലും വേണ്ട, ഓഡിയോ ബുക്കും അവിടെ താഴെ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി, ഓഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് പ്ലേ ചെയ്ത് പോകുന്ന രീതിയിൽ തന്നെയായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഇനി നിങ്ങൾ ടേബിൾസ് ആൻഡ് ഫ്ലോ ചാർട്ട്സ്, ഓരോ ടേബിൾസും അതിന് ഇമ്പോർട്ടൻസ് എല്ലാം കൃത്യമായി മാർക്ക് ചെയ്തിട്ട് ആ ടേബിൾസിൽ നിന്ന് ഫ്ലോ ചാർട്ടിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസും റിലേറ്റഡ് MCQ ആയിട്ട് തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ടാവും. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ചില റിയാക്ഷൻസ് ഒക്കെയാണ്. റിയാക്ഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് കളേർഡ് ഇമേജസ് NCERTയിലെ തന്നെ സ്ട്രക്ചർ ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് NCERT വായിക്കുന്ന പോലെ തന്നെ ഈ ലെസൺസ് വായിക്കാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ പ്രാക്ടീസ് ആപ്പിൽ ഉണ്ടായിരിക്കും. ഇനി ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസും അവിടെ ഉണ്ട്. ആൻഡ് നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ലെസൺ എന്ന ഒരു ടാഗിൽ ഇങ്ങനെ പ്രോപ്പറായിട്ട് താഴെ വരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് വിട്ടുപോകുന്ന കാര്യങ്ങൾ ഒരു റൗണ്ടും കൂടെ റിവൈസ് ചെയ്യാൻ ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസും ഉൾപ്പെടെയുണ്ട്. ഇതാണ് മക്കളെ 360 മേടിക്കാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ബുക്ക് മാർക്ക് ചെയ്താൽ വീണ്ടും നിങ്ങൾക്കത് റീകോൾ ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ലേൺ, റീകോൾ, റിവൈസ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഗൈസ്.